തൃശ്ശൂരില് 18,454 വോട്ടുകൾക്ക് മുന്നിലാണ് നമ്മുടെ സുരേഷ് ഗോപി. ശരിക്കും NDA കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. തീർച്ചയായും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പിന്തുണ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ജീവിത കാലയളവിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവർത്തികൾ, സാമൂഹിക സേവനങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തിന് ഒരു കാരണമാണ്. അദ്ദേഹം ആദ്യ തവണ പരാജയപ്പെട്ടതിന് ശേഷം തൃശ്ശൂരിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് അന്ന് അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ ഫലം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ നിൽക്കാൻ സാധിക്കുന്നത്. തൃശ്ശൂരിൽ ഏറെക്കുറെ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അതൊരു വലിയ നേട്ടമാണ്. കാരണം സുരേഷ് ഗോപി ഏത് പാർട്ടിയിൽ മത്സരിച്ചാലും തീർച്ചയായും വിജയിക്കേണ്ട ഒരാളാണ്. നമുക്കറിയാലോ, പാർട്ടിക്കൊക്കെ അതീതമായി ചില വ്യക്തിത്വങ്ങൾ ജനങ്ങൾ എപ്പോഴും സ്വീകരിക്കാറുണ്ട്. ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ, ആ വ്യക്തിത്വമാണ് ആളുകൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ വളരെ വലിയ നേട്ടമായി മാറാൻ പോവുകയാണ് സുരേഷ് ഗോപിയുടെ വിജയം. എന്തൊക്കെ പറഞ്ഞാലും കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അങ്ങനെ ഉറപ്പായി BJP അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു MP മത്സരിച്ച് ജയിക്കുകയാണ്. സുരേഷ് ഗോപി തീർച്ചയായും കേരളത്തിലേക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും നല്ല ആത്മാർത്ഥത തൻ്റെ പ്രവർത്തികളിൽ പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ മന്ത്രിസ്ഥാനം പോലും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയെങ്കിൽ തൃശ്ശൂരില് സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിലാകെ മുതൽക്കൂട്ടായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഘട്ടത്തിൽ അദ്ദേഹം വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.